നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ദുബായ് റിയൽ എസ്റ്റേറ്റ് രംഗം കുതിച്ചുവരുന്നെന്ന് ഇന്റർനാഷണൽ പ്രോപ്പർട്ടി കൺസൾട്ടൻസി ഫേം. കഴിഞ്ഞ വർഷത്തെ വളർച്ച 20% റിപ്പോർട്ട്. ഹജ്ജ് സുരക്ഷയ്ക്ക് ഇനി വിമാനങ്ങളും. വാനനിരീക്ഷണത്തിനായി 18 വിമാനങ്ങൾ തയ്യാറായി. ഖത്തറിലെ 2022 ലോകകപ്പിന്റെ കാര്യത്തിൽ സൂറിച്ചിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം നിർണായകം. തീരുമാനം ഏതായാലും അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഖത്തർ. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് 5 വർഷം തടവും 25 ലക്ഷം രൂപ പിഴയും. മുൻ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയ്ക്ക് 4 വർഷം തടവ്. ശിക്ഷ വിധിച്ചത് റാഞ്ചിയിലെ പ്രത്യേക CBI കോടതി. ലാലുവിന് MP സ്ഥാനം നഷ്ടമാകും. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെന്ന് CBI. ലാവ്ലിൻ കമ്പനി പിണറായിക്ക് അയച്ച കത്തും പിണറായി നായനാർക്ക് അയച്ച കത്തും കോടതിയിൽ ഹാജരാക്കി. ഡാറ്റാ സെന്റർ കേസിൽ CBI അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം. അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സർക്കാർ തള്ളി. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. കണ്ണൂർ പാറാട്ട് ലീഗ് ഓഫീസിന് സമീപം ബോംബ് പൊട്ടി 7 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരമാണ്. ആളൊഴിഞ്ഞ പറമ്പിൽ നിർമ്മാണത്തിനിടെയാണ് ബോംബ് പൊട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ നിയമപരമായ അവബോധത്തിന്റെ അഭാവവും ഒരു കാരണമായി തീരാറുണ്ട്. ബഹ്റൈനിൽ ലേബർ ക്യാമ്പുകളിലും മറ്റും തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവകാശങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണത്തിനൊരുങ്ങുകയാണ് എംബസിയും സന്നദ്ധ സംഘടനകളും. പ്രവാസികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ബഹ്റൈൻ എന്ന പവിഴദ്വീപിൽ മലയാളി ജീവിതത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബഹ്റൈൻ ഭരണകൂടത്തിൻ്റെ ഉദാരമായ നയസമീപനങ്ങളും സങ്കീർണമല്ലാത്ത തൊഴിൽ നിയമങ്ങളുമാണ് ബഹ്റൈനെ പ്രവാസികൾക്ക് പ്രിയങ്കരമാക്കുന്നത്. എന്നാൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയും അശ്രദ്ധയും കാരണമായി പ്രവാസികൾ കുരുക്കുകളിൽ അകപ്പെടുന്ന സംഭവങ്ങൾ ഈയടുത്തായി ബഹ്റൈനിൽ വർദ്ധിച്ചു വരികയാണ്. മലയാളി മാനേജ്മെൻറ്റുകൾ തന്നെ നടത്തുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്ന് തിക്താനുഭവങ്ങൾ നേരിട്ട് തൊഴിലാളികൾ ദുരിതത്തിലാകുന്ന സംഭവങ്ങളാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശമ്പളം നൽകാതിരിക്കുക, പാസ്പോർട്ട് പിടിച്ചുവെക്കുക, ബ്ലാങ്ക് പേപ്പറുകളിൽ ഒപ്പിടുവിക്കുക തുടങ്ങി നിരവധി പരാതികളാണ് ഇത്തരത്തിൽ ഉയരുന്നത്. എന്നാൽ പല തൊഴിൽ പ്രശ്നങ്ങൾക്കും കാരണം നിയമങ്ങൾ സംബന്ധിച്ച അജ്ഞതയും തക്ക സമയത്ത് നിയമ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ പ്രവാസികൾ പുലർത്തുന്ന ഉദാസീനതയുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുന്ന ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൗസിൽ ഇത്തരത്തിൽ നിരവധി പരാതികളാണ് എത്തുന്നത്. തൊഴിൽപരവും നിയമപരവുമായ വിഷയങ്ങളിൽ ശരിയായ അവബോധം സൃഷ്ടിക്കുന്നതിന് ലേബർ ക്യാമ്പുകളിലും മറ്റും ബോധവൽക്കരണം നടത്തണമെന്ന് കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ അംബാസഡർ ഡോക്ടർ മോഹൻകുമാർ നിർദ്ദേശം നൽകിയിരുന്നു. Sometimes the community can get together and put pressure also. And I would like you to think further about this. ശക്തമായ ബോധവൽക്കരണവും വ്യക്തിതലത്തിലുണ്ടാകേണ്ട നിതാന്ത ജാഗ്രതയുമാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്ത്യൻ എംബസിയും മറ്റ് സന്നദ്ധ സംഘടനകളും നടത്തുന്ന നിയമ ബോധവൽക്കരണ യജ്ഞങ്ങളെക്കുറിച്ച് ഇന്ന് ന്യൂസ് മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ദുബൈയിൽ നിന്ന്, മാധ്യമപ്രവർത്തകൻ PAM ഹാരിസ് ദമാമിൽ നിന്ന് ചേരുന്നു. അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫോറത്തിൻ്റെ ഉപദേശകൻ ജോൺ ഐപ്പ് മനാമ സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ജോൺ ഐപ്പിലേക്ക്. ജോൺ ഐപ്പ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ എംബസി നിയമ ബോധവൽക്കരണത്തിന്റെ കാര്യത്തിൽ ബഹ്റൈനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ എംബസി വളരെയധികം താല്പര്യമെടുത്താണ് ഈ ലേബർ പ്രോബ്ലംസിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോഴേ അംബാസഡർ ഈയിടെ പറയുകയുണ്ടായി, പല ഭാഷകളിൽ നമ്മുടെ ആൾക്കാർക്ക് വായിക്കത്തക്കവണ്ണം, വായിച്ച് മനസ്സിലാക്കത്തക്കവണ്ണം ലീഫ്ലെറ്റ് എഴുതി ഉണ്ടാക്കി ലേബർ ക്യാമ്പുകളിൽ എത്തിക്കുക. അങ്ങനെ പല പല ഉപദേശങ്ങളും അതിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്ന് എഴുതി ഓരോരുത്തർക്കും വായിക്കത്തക്കവണ്ണം ഓരോ ലേബർ ക്യാമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു യജ്ഞമാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തിരികെ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, യഥാർത്ഥത്തിൽ മലയാളികൾ ഏറെക്കുറെ പ്രബുദ്ധരായ പ്രവാസികളാണ്, വിദ്യാസമ്പന്നരാണ്, അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും ലഭിച്ചവരാണ് മലയാളികൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസം ലഭ്യമായിട്ടും മറുനാടുകളിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത
ഇപ്പോഴും മലയാളികൾക്കിടയിൽ തുടരുന്നത്? രസകരമായിട്ടൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്. വർഷങ്ങളായി പ്രവാസി ജീവിതം നയിക്കുന്ന ഈ GCC കൺട്രികളില് ഇന്ത്യൻ എംബസി നിയമങ്ങളെ കുറിച്ച് അവരെ അവബോധം വേണ്ടി ബുക്കിലാക്കുന്നതിന് വേണ്ടി അതായത് വർഷങ്ങളായിട്ട് ഇന്ത്യൻ എംബസി എന്ത് ചെയ്യുന്നു? കാരണം ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് പുതുക്കുന്നതിന് വരെ കാശ് ഇതുപോലെ റൈറ്റ്, സാങ്കേതിക തകരാറുണ്ട്. അജി കുര്യാക്കോസുമായുള്ള ബന്ധം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ PM ഹാരിസ്, മാധ്യമപ്രവർത്തകൻ, ദമാമിൽ നിന്ന് ചേരുന്നു. PM ഹാരിസ്, അജി കുര്യാക്കോസ് പറയാൻ ശ്രമിച്ചത് ഇതാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ എംബസികൾ ഇക്കാര്യത്തിൽ പൊതുവെ GCC രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുൻകൈ എടുക്കുന്നില്ല. പക്ഷേ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് തൊഴിൽ നിയമ ബോധവൽക്കരണത്തെക്കുറിച്ചുള്ള ക്യാമ്പയിന് വേണ്ടി മുൻകൈ എടുത്ത് രംഗത്ത് വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഈ ശ്രമങ്ങളെ? തീർച്ചയായും ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശവും ശ്രമങ്ങളും ശ്ലാഘനീയം തന്നെയാണ്. ഇത് നേരത്തെ എന്റെ മുൻപ് സംസാരിച്ച സുഹൃത്ത് പറയാൻ ശ്രമിച്ച ആ കാര്യം, ഇന്ത്യൻ എംബസികൾ നേരത്തെ നിർവഹിക്കേണ്ടിയിരുന്ന ഒരു ദൗത്യമായിരുന്നു. സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം നേരിട്ടിരുന്നത് തൊഴിൽ നിയമം അത് യഥാർത്ഥത്തിൽ അറബിയിലല്ലാതെ ഇംഗ്ലീഷിൽ പോലും അത് ലഭ്യമായിരുന്നില്ല എന്നതാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 3 വർഷം മുമ്പ് തൊഴിൽ നിയമം പരിഷ്കരിച്ചതോടുകൂടി ആ പുതിയ പരിഷ്കരിച്ച തൊഴിൽ നിയമം അത് അറബിയിലും ഇംഗ്ലീഷിലും അത് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സൗദി തൊഴിൽ മന്ത്രാലയം തന്നെ തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ച ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള കാര്യമായ ശ്രമങ്ങൾ സൗദിയിൽ നടത്തുന്നുണ്ട്. അത് ബഹ്റൈനെ പോലെ തന്നെ തീർച്ചയായും വളരെ വലിയ ഒരു മേഖല എന്ന നിലയിൽ സൗദി അറേബ്യയിലുള്ള എംബസിക്കും അതുപോലുള്ള സാംസ്കാരിക സംഘടനകൾക്കും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്താവുന്നതാണ്, നടത്തേണ്ടതുമാണ്. റൈറ്റ് ഹാരിസ്, തിരികെ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിലേക്ക് ഒരിക്കൽ കൂടി. അജി കുര്യാക്കോസ്, താങ്കൾ പറയാൻ ശ്രമിച്ചത് തുടരാം. തീർച്ചയായിട്ടും ഇത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇവിടെ ദുബായിനെ സംബന്ധിച്ച്, UAE സംബന്ധിച്ച്, ഇവിടെ വന്നു ചേരുന്ന പ്രവാസികളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നിയമത്തിന്റെ അവബോധവും അവർക്കില്ല. അവരെ വന്നതിന് ശേഷം പല വ്യാജ ഏജൻസിയുടെ വഴി അവരോട് വന്നു ചേർന്നതിന് ശേഷം ഒരു കാരണവശാലും അവർക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ വന്ന് എത്തിപ്പെടുകയാണ്. ഇതിന് അവിടെ കയറി വരുന്നതിന് മുൻപായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു അവബോധം എന്തൊക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം ചെയ്യേണ്ടത്, തന്റെ റൈറ്റ്സ് എന്താണ്, താൻ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ക്ലാസ് കൊടുക്കുന്നതിന് ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് കയറി വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് കയറി വരുന്ന ആളുകൾക്ക് ഒരു ക്ലാസ് കൊടുക്കുന്നതിന് പോലും ഗവൺമെന്റ് തയ്യാറാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നതിന് ശേഷം പല ഊരാക്കുടുക്കുകളിൽ പെട്ടതിന് ശേഷം പിന്നീട് അവരെ സഹായിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവിടെ എന്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചുരുങ്ങിയത് ഒരു ദിവസം 10-15 ആളുകളാണ് ഓരോ ദിവസവും വന്ന് ഇന്ന കഷ്ടപ്പാടുകൾ പെട്ടിട്ടുണ്ട്. ഇവിടെ കയറി വന്ന ജോലിയല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ചെറിയൊരു കാര്യം, എഞ്ചിനീയറായി വന്ന വ്യക്തി ഇവിടെ ലേബറായി ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവിടുന്ന് കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം എഞ്ചിനീയർ ആണ്, ഇവിടെ വന്നതിന് ശേഷം ലേബർ വിസയിൽ വന്ന് ഇവിടെ വന്നതിന് ശേഷം വിസ മാറ്റാം എന്നൊക്കെ പറഞ്ഞുള്ള വ്യാമോഹങ്ങളിൽ പെടുത്തിക്കൊണ്ടാണ് പലരും ഇവിടെ വരുന്നത്. എഞ്ചിനീയറിന് ഒരു ലേബർ വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, എംപ്ലോയ്മെന്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തേക്ക് വിസ മാറാൻ ബുദ്ധിമുട്ടാണെന്നുള്ള വിവരം അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധമാണ് ഇന്ത്യൻ എംബസിയും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റും അതുപോലെ തന്നെ ICWCയും ഒക്കെ ആദ്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. എല്ലാം നന്നു ഭവിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ആദ്യം അവരത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ നമ്മളെ പോലുള്ള പ്രവാസികൾ ഇത് അനുഭവിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഈ വക്കീൽ സമൂഹത്തിന്റെ ഇടയിലായിരുന്നാലും ശരി, പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പം ഇത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സെല്ല് രൂപീകരിക്കുക, ഇന്ത്യൻ പ്രവാസി ലീഗൽ എയ്ഡ് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെല്ല് രൂപീകരിക്കുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രിമാരോടും അതുപോലെ തന്നെ നിയമമന്ത്രിമാരോടും ഞാൻ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുകയും PLAC എന്ന് പറഞ്ഞ പ്രവാസി ലീഗൽ എയ്ഡ് സെൽ എന്ന് പറഞ്ഞ ഒരു നിയമസഹായ സെല്ലിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റ് അതിനകത്ത് ഡോക്ടർ തോമസ് ഐസക്കാണ് 2 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തുകയും ചെയ്തു. എന്നിട്ടും ഇതുവരെ ആയിട്ടും അത് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലീഗൽ സെല്ലും അതുപോലെ തന്നെ നിയമസഹായ വേദിയും പ്രവാസികൾക്ക് വേണ്ടി ആരംഭിച്ചതിന് ശേഷം മറ്റുള്ള നടപടികൾ തുടങ്ങട്ടെ എന്നുള്ളതാണ് ഞാൻ എന്റെ ഒരു നിർദ്ദേശമായിട്ട് വെക്കാൻ പോകുന്നത്. റൈറ്റ്, അജി കുര്യാക്കോസ് തിരികെ എത്താം. ജോൺ ഐപ്പ്, അജി കുര്യാക്കോസ് ഇപ്പോൾ സൂചിപ്പിച്ചത് നാട്ടിൽ തന്നെ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് നിയമോപദേശവും നിയമബോധവൽക്കരണവും നൽകുകയാണ് ശരിയായ മാർഗം.
അല്ലാതെ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നാണ് അജി കുര്യാക്കോസ് പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? തീർച്ചയായിട്ടും ഞാൻ അജി കുര്യാക്കോസിന്റെ വാക്കുകളെ 100% ശരിവെക്കുകയാണ്. കാരണം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഗൾഫിലേക്ക് വരുന്നതിന് മലയാളികളായ നമ്മളുടെ ആൾക്കാർക്ക്, മലയാളികൾ എന്നല്ല പൊതുവെ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക താല്പര്യമാണ്. നാട്ടിൽ എത്ര ജോലി ഉണ്ടെങ്കിലും ഗൾഫിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളൊരു ഒരു വാഞ്ചയാണ് പലപ്പോഴും അവരുടെ മനസ്സിൽ. ചിലപ്പോൾ വീടുകളുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ബ്ലൈൻഡായിട്ട് ഒരു ഗൾഫിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ നാം എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്ത് ലഭിക്കും, എന്ത് ലഭിച്ചാൽ എനിക്ക് എന്തെങ്കിലും മിച്ചം വെക്കാൻ നോക്കും എന്നുള്ള ഒരു ധാരണയില്ലാതെ ആരുടെയെങ്കിലും വാക്കിൽ കുരുങ്ങി നേരെ ഗൾഫിലേക്ക് വരുന്നു. പലപ്പോഴും എനിക്കറിയാം, സ്വന്തം കിടപ്പാടം പണയം വെച്ചിട്ട് കയ്യിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവർ പലപ്പോഴും ഗൾഫിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ആരുണ്ട് സഹായത്തിന്? എനിക്ക് കിട്ടുന്ന ശമ്പളം എന്റെ ഗൾഫിലെ ജീവിതത്തിൽ തികയുമോ, എനിക്ക് എന്റെ കുടുംബത്തെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ വരുന്നു. വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അഭിപ്രായങ്ങളോ ഒന്നും ചോദിക്കാനായിട്ട് മുതിരാറില്ല. ജോലിക്ക് കയറുന്നു. സ്പോൺസർ പലപ്പോഴും നല്ല സ്പോൺസറും നല്ല കമ്പനിയുമാണെങ്കിൽ പ്രയാസങ്ങളില്ല. പക്ഷേ ഇടപെടട്ടെ ജോണായി, യഥാർത്ഥത്തിൽ ഇവിടെ അജി കുര്യാക്കോസ് സൂചിപ്പിച്ചതിന്റെ മറ്റൊരു വശം, ഉദാഹരണത്തിന് ബഹ്റൈനിൽ തൊഴിൽ വിപണി പരിഷ്കരണത്തിന്റെ ഭാഗമായി റെഗുലേറ്ററി അതോറിറ്റി, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. അവരെ 24 മണിക്കൂറും ആശ്രയിക്കാവുന്ന തരത്തിൽ, SMS വഴി പോലും പരാതികൾ ബോധിപ്പിക്കാവുന്ന തരത്തിൽ സേവന സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം നാട്ടിൽ ഇത് സംബന്ധിച്ച അവബോധം പ്രവാസികൾക്ക് ലഭിക്കാത്തത് കൊണ്ടല്ലേ? അല്ല, അതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ഗവൺമെന്റ് എല്ലാ തരത്തിലും ഉള്ള സംവിധാനം ഒരുക്കിയാൽ പോലും അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അറിയാനുള്ള ഒരു കഴിവ് ഈ ഇവിടെ ജോലിക്ക് വരുന്നവർക്ക് മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനത്തില്ല. അല്പം പ്രയാസങ്ങൾ നേരിടുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് ഒരു സ്പോൺസർ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു, പെട്ടെന്ന് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടാൻ അയാൾ പറയുമ്പോൾ ഞാൻ നാളെ അല്ല ചെയ്യാം, അല്ലെ ഞാൻ എന്റെ ബ്രദറിനോട് ചോദിക്കട്ടെ, അല്ലെ ഞാൻ എംബസി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ എന്നൊന്ന് പറഞ്ഞ് ആ പ്രവൃത്തിയെ തൽക്കാലത്തേക്കൊന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു നല്ല അഭിപ്രായം സ്വരൂപിക്കാൻ ആരും തുനിയാറില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ അങ്ങ് സൈൻ ചെയ്തേക്കുക. ആ ഒരു രീതി മാറ്റിയാൽ, ഞാൻ പലപ്പോഴും നമ്മുടെ ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവരുടെ പ്രയാസങ്ങൾ. ചോദിച്ചു മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. പലപ്പോഴും നമ്മുടെ ആൾക്കാർ ആപത്തിൽ ചെന്ന് ചാടുന്നത് കൺസൾട്ടേഷൻ ഇല്ലാതെ. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും വേറെ സംബന്ധിക്കുന്ന എല്ലാ ലേബർ ലോയും എല്ലാവർക്കും അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ പരിമിതമായ അറിവാണ്. പക്ഷെങ്കിൽ ഒരു പ്രയാസം നേരിടുമ്പോൾ അത് അറിവുള്ളവരോട് ചോദിച്ച് ഒരു ഗൈഡൻസ് വാങ്ങിയാലെങ്കിലും ഇത്തരം പല പ്രശ്നങ്ങൾ